ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഐഷു. ഇന്ന് എൻ്റെ വച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. വച്ചു ഷൂട്ട് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. വച്ചുവിന് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. ഇന്ന് കേക്കുമായിട്ട് പോവാം. ഹാപ്പി ബർത്ത്ഡേ വച്ചു. താങ്ക് യു. മൈക്കൊക്കെ കുത്തിവെക്കുന്നല്ലോ. നീ എടുത്ത് വന്നേ, എടുത്തേ. ഇനിയുണ്ടോ? താങ്ക് യു. എന്റെ ഫാമിലിയാണ്. ചേട്ടൻ, വല്യമ്മ, എന്റെ മാമൻ, അമ്മ, മാമ. ഇതെന്റെ ഐസ്. ക്യാമറയുടെ ബാക്കിലുണ്ട്. ക്യാമറയുടെ ബാക്കിൽ എന്റെ കസിൻ അമീര. അത് പിന്നെ കാണിക്കും. ഇപ്പൊ എന്റെ ബർത്ത്ഡേക്ക് ആദ്യമായിട്ടാണ് ഞാൻ 3 കേക്ക് കട്ട് ചെയ്യുന്നത്. കേക്ക് കാണിക്കും. കണ്ടോ? ഇത് എന്റെ മാമി തന്നത്, ഇത് രണ്ടും എന്റെ ഫ്രണ്ട്സ് തന്നത്. അപ്പൊ കട്ട് ചെയ്യും. ഓക്കെ, പഠിക്കോ. പിടിച്ചോ ഐസ്. ഹാപ്പി ബർത്ത്ഡേ ടു മീര തന്ന ഗിഫ്റ്റാ. ഇത് ഐസ് തന്ന ഗിഫ്റ്റാ. എന്തുവാ ചമ്മി ഇരിക്കുക. എനിക്ക് യൂട്യൂബ് തുടങ്ങാനായിട്ട് ഇൻസ്പിറേഷൻ തന്ന മെയിൻ ആളാ ഇത്. താങ്ക് യു. വല്യമ്മ വീഡിയോ കോൾ ആണെന്ന് പറഞ്ഞതിന് ടാറ്റ കൊടുക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും കണ്ട ഒരേ കണക്കിരിക്കുന്നില്ലേ? കുറച്ചൊക്കെ. എന്റെ കസിന്റെ മോളാണ്. ചാനലിലൊക്കെ എന്റെ മോളാന്നും പറഞ്ഞിട്ട് ഫോട്ടോസ് ഒക്കെ വാരി പറക്കി ഇടുന്നുണ്ട്. എന്റെ കസിന്റെ മോളാ, പക്ഷെ എന്റെ മോളാ. അല്ലേ ഐസ്? അച്ചു ലവ് യു എന്ന് പറ. ഇതാരാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ അനിയത്തിയാ. സ്വന്തം ആണ് എനിക്ക്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ എൻ്റെ അമ്മയുടെ ഇളയ ബ്രദറിൻ്റെ മോളാണ്. ഞങ്ങൾ ഒരാളാണ്. എന്നുവെച്ചാൽ ഒറ്റ മക്കളാണ്. എന്നുവെച്ചാൽ 2 പേർക്കും ഓരോ മക്കളാണ്. കുളവാക്കി. ആ, മീര മാരീഡാണ്. മീരയുടെ ചോട്ടാണ് ഇതായത്. എൻ്റെ മോളാന്നും പറഞ്ഞ് ഓൺലൈൻ ന്യൂസിനകത്തൊക്കെ വരുന്ന എൻ്റെ ഐഷു എന്നാ പേര്. ഞാൻ ഐസ് എന്നാ വിളിക്കാം. അപ്പോൾ എൻ്റെ കുഞ്ഞിലേ മുതലുള്ള എല്ലാ കുരുത്തക്കേടിനും കൂടെ നിന്ന ഒരാളാണ്. അതെ, മാമൻ്റെ വീട് ഇതാട്ടോ. ഇതെങ്ങനെ ഒരു പെട്ടെന്ന് കുരുത്തക്കേട് കാണിക്കാൻ പോവാൻ വരാം. എളുപ്പമുണ്ട്. അതാണ് എൻ്റെ വീട്. അല്ല, അതും എൻ്റെ വീട്, ഇതും എൻ്റെ വീട്. പിന്നെ എന്താ, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ. എനിക്കറിയില്ല എന്താ പറയണ്ടത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക. കാര്യം നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡേക്കൊക്കെ നമ്മളുടെ കൂടെ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മൾക്കൊരു എന്താ ഗിഫ്റ്റും കേക്കും അതൊക്കെ ഓർത്ത് തരികയെന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഓരോ ആൾക്കാർ അവരുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ എൻ്റെ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. അല്ലേ? ഒരു തവണയും കൂടെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ചോദിച്ച് വാങ്ങിക്കുക. ഒരു നാണമല്ലേ, ഇവളുടെ അടുത്താകുമ്പോൾ ഒരു നാണക്കേടേണ്ട ആവശ്യമില്ല. അപ്പോൾ
എൻ്റെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതൊരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എക്സ്പെക്റ്റ് ചെയ്തില്ല ഇപ്രാവശ്യം ഇത്രയധികം വിഷസ് എനിക്ക് കിട്ടുന്നുള്ളത്. അത്രമാത്രം വിഷസ് എനിക്ക് ഒരുപാട് പേര് അയച്ചു, പേഴ്സണൽ മെസ്സേജസ്, കോൾസ്, അതിനോടൊപ്പം ഇൻസ്റ്റ, FB, അതിൽ ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നു കേട്ടോ. താങ്ക് യു. ഇത് ആദ്യമായിട്ടാണ് ഇത്രയും മെസ്സേജസൊക്കെ എനിക്ക് വരുന്നത്. എന്നാൽ പറ്റുന്നത് പോലെ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, ഐ എം എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. നിങ്ങളുടെ ലൈഫിൽ ഒരു കുറച്ച് സമയം എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് നിസ്സാര ഒരു കാര്യമല്ല എനിക്ക്. അതിന് ഞാൻ ഒരുപാട് വാല്യൂ കൊടുക്കുന്നുണ്ട്. താങ്ക് യു. പിന്നെന്താ, എൻ്റെ ഇപ്പോഴത്തെ ഓൺഗോയിങ് പ്രോജക്റ്റായ മഴതൂരി മുമ്പേ ഏഷ്യാനെറ്റിലെ ജോയ്സി സാറിൻ്റെ പ്രോജക്റ്റിന് വൈജയന്തി എന്ന് പറയുന്ന ക്യാരക്ടറിന് കിട്ടുന്ന സപ്പോർട്ട്, ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ, നിങ്ങൾ സജഷൻസ് പറയുന്നത് ഒക്കെ ഞാൻ എന്നാൽ പറ്റുന്നത് പോലെ മാക്സിമം ഓക്കെയാക്കി മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കും. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ.